സാർ എഴുത്തച്ഛൻ്റെയും കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയൊക്കെ കവിതകൾ പഠിച്ചിരുന്ന ഒരു കാലം, ഒരു സ്കൂൾ കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതായിരുന്നു കൂടുതലും മലയാള പാഠഭാഗം എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ കവിതകളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു പാഠഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അതൊക്കെ മാറി മാറി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഞാനും പറഞ്ഞു വന്നത് സാറിന് മനസ്സിലായി കാണും. വേടൻ്റെ കവിതകൾ കാലിക്കറ്റ് സർവകലാശാലയിൽ BA എനിക്ക് തോന്നുന്നു 4ാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. സാർ ഒരു അധ്യാപകനാണ്. സാറിൻ്റെ ഇതിനകത്തെ സാറിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മഹാകവി വേടൻ അല്ലേ? മഹാകവി വേടൻ എങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കയറിയിരിക്കുക. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു 80കളിലാണെന്ന് തോന്നുന്നു, 80കളിലോ 90കളിലോ VKൻ്റെ അധികാരം എന്ന് പറയുന്ന നോവല് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കിയപ്പോൾ, ഈ VKN പാഠ്യവിഷയമാക്കിയപ്പോൾ അതിലേക്ക് വരാം, അതിനെതിരെ ഇവിടെ വലിയ പ്രക്ഷോഭം കാണും. VKൻ്റെ അധികാരം നോവൽ പിൻവലിക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടന്നു. അത് മാറ്റി. VKN എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എടുത്തിട്ട് കൊടുക്കുന്ന എഴുത്തുകാരനാണ്, ഒരു പക്ഷമൊന്നുമില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു VKN ജീവിച്ചിരിക്കണമായിരുന്നു. VKൻ്റെ അധികാരം നോവലാണ്. പിന്നെ നമ്മുടെ ഭരിക്കുന്നവരെ നിശിതമായിട്ട് വിമർശിക്കുന്ന, ഇത്രയും ഹാസ്യം, മലയാളത്തിൻ്റെ ചിരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ശരിക്കും VKN. ചിരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അതിനടുക്കൽ തന്നെയാണ് VKൻ്റെയും താമസം, തിരുവല്ലാമലയിൽ. VKN ഇപ്പം ജീവിച്ചിരിപ്പില്ല. VKN ഇപ്പോൾ വേണമായിരുന്നതാണ് ഞാൻ തോന്നുന്നത്. അതിനു വേണ്ടി വലിയ കലഹം ഉണ്ടാക്കിയിടത്താണ് ഇപ്പം മഹാകവി വേടനെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്. കഷ്ടം തന്നെ. സർവകലാശാലയുടെ പതനം, ഇതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു. കോഴിക്കോട് സർവകലാശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ പിന്നെ എത്ര ഉന്നത നിലവാരത്തിലുള്ളവരായിരുന്നറിയാം. പ്രഗത്ഭന്മാരൊക്കെ ഉണ്ടായിരുന്നത്. അഴീക്കോട് മാഷൊക്കെ ഉണ്ടായിരുന്നതാണ്. അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇറങ്ങിയേനെ. ഞാൻ ഈ കലാലയത്തിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു സംസാര രീതിയോടെ ഇറങ്ങും. എനിക്ക് ഇതിനല്ല പഠിപ്പിക്കാൻ ഉള്ളത് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇറങ്ങും. അദ്ദേഹം സാഹിത്യ അക്കാദമിയിൽ തനിക്ക് കിട്ടിയ വിശിഷ്ട അംഗത്വ പദവി കൊണ്ട് തിരിച്ചു കൊടുത്ത ആളാണ്, അറിയാമോ? അദ്ദേഹത്തിന് നട്ടല് നല്ല ഉറപ്പുണ്ട്. കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അതിനു മുമ്പ് കോൺഗ്രസ് മരിച്ചുപോയി എന്ന് പല വേദികളിലും അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോഴുള്ള ഒരുപാട് എഴുത്തുകാരുണ്ടല്ലോ. ഈ എഴുത്തുകാരൊക്കെ പറയണം, ഈ റാപ്പർ വേടനെ പിന്നെ ഇത് സിലബസിൽ വരാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം പാഠ്യഭാഗങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയണം ഇപ്പോഴത്തെ എഴുത്തുകാരൻ. ഇപ്പോഴത്തെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരിക കുറേ നായ്ക്കളാണ് കേട്ടോ, നായകരല്ല, നായ്ക്കളാണ്. ഇവരും AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ഈ എച്ചിൽ കഷ്ണം, പിന്നെ എല്ലിൻ കഷ്ണം കടിപിടി കൂടി എടുത്തുകൊണ്ട് പോയി പിന്നെ തിന്നുന്നവരാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള എഴുത്തുകാരും സാംസ്കാരിക നായകരും. അങ്ങനെ അവരുടെ പാഠ്യഭാഗങ്ങളൊന്നും അവർ പിൻവലിക്കാൻ അവർ തയ്യാറാകത്തില്ല. അവർ പണം വാങ്ങിച്ച് പോക്കറ്റിലിടുന്നവരാണ്. എങ്ങനെ അതിനകത്ത് കുത്തി തിരികെ കയറാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇനി കുമാരനാശാനും വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും ഒന്നുമില്ല. ഇനിയിപ്പം മഹാകവി വേടനായിരിക്കും ഉള്ളതല്ലേ. ഈ വേടനെ അധിക്ഷേപിക്കുന്ന പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് വേണ്ടത് കവിതയിൽ. ക്വാളിറ്റി മാത്രമല്ല, ഇപ്പം വേടൻ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ്. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുമെന്നും മദ്യം ഉപയോഗിക്കുമെന്നും പൊതുമാധ്യമങ്ങളിൽ പറഞ്ഞേ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, എന്നെ കണ്ട ആരും പഠിക്കരുത്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇൻസ്പയർഡ് ആവുന്ന കഞ്ചാവ് കഴിക്കുന്ന അല്ലെങ്കിൽ മദ്യം നുകരുന്ന ഒരു വേടനെയാണ്, ഹിരൺ മുരളി എന്ന വേടനെയാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമുക്കറിയാം, ഒരു കവി എന്നുള്ള രീതിയിൽ നമുക്കറിയാം എന്ത് നമ്മുടെ ചുറ്റുമുള്ള ചുറ്റുപാടുകളെ പറ്റി വിമർശിക്കാം, എന്തും പറയാം. പക്ഷെ ഒരു വർഗീയ അല്ലെങ്കിൽ ജാതി വർഗീയതയൊക്കെ വിളിച്ചു പറഞ്ഞ് പരസ്പരം മനുഷ്യൻ്റെ മനസ്സിലേക്ക് വീണ്ടും വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കവിതകളും ഇദ്ദേഹം എഴുതുന്നുണ്ട്. മതത്തെയും ഇപ്പം രാവണൻ്റെ 10 തല, രാവണനെ ഇതാക്കിക്കൊണ്ട് ഉള്ള ഒരു കവിത അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹിന്ദു സമൂഹത്തിന് ഒരു അധിക്ഷേപമായിട്ടായിരിക്കും വരുന്നത്. രാമനെ എനിക്കറിയില്ല, എനിക്ക് രാവണനെ അറിയത്തുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ ഒരു അധിക്ഷേപമായിട്ടാണ് വരുന്നത്.
RSSനെ പറ്റി പറയുന്നത് ജയ് ശ്രീറാം വിളിയിൽ ഞാൻ കാണുന്നത് വാളുയർത്തുന്ന സംഘപരിവാറിനെയാണ്. അതുകൊണ്ട് എനിക്ക് ശ്രീരാമനോട് അത്ര വലിയ ഇതില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ രാഷ്ട്രീയ ചിന്തകളെയും എല്ലാ ജാതികളെയും ഉൾക്കൊള്ളുന്ന ഒരു എഴുത്തുകാരനായിരിക്കണം. അതിൽ എന്തെങ്കിലും അപാകതകൾ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഒരു പ്രത്യേക വർഗത്തിന് വേണ്ടി മാത്രം ചലിക്കുന്ന അദ്ദേഹം ഈ പറഞ്ഞോണം ജാതി വ്യവസ്ഥയിൽ, ജാതിയിൽ താഴ്ന്നു നിൽക്കുന്ന ആൾക്കാർക്ക്, ദളിതർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വേടനെ ആണോ അക്സെപ്റ്റ് ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി? ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ എന്താ ഇവരാരും സിലബസ് കൊണ്ടുവരാത്തത്? ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാമല്ലോ. ബഷീറിൻ്റെ പഠിച്ചിട്ടുള്ളത് 7ാം ക്ലാസ് വരെയുള്ളൂ. പക്ഷേ ബഷീറിൻ്റെ ഏതെങ്കിലും ഒരു കൃതി പഠിക്കാതെ ഒരുവൻ BA മലയാളമോ MA മലയാളമോ ഒരു സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങത്തില്ല എന്നുള്ളതാണ്. പാസ്സായി ഇറങ്ങത്തില്ല. അതിൻ്റെ ആഴം മനസ്സിലാക്കണം, അല്ലേ? അതിനകത്ത് ഒരു നോവലിൽ പറയുന്നുണ്ടല്ലോ, ബാല്യകാല സഖിയിൽ മജീദ് പറയുന്നത് ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയുള്ള ബഷീറിൻ്റെ ചില ഫലിതങ്ങളൊക്കെയുണ്ട്. ബഷീറിൻ്റെ കൃതികളുടെ ആഴം, അല്ലെങ്കിൽ വൈലോപ്പിള്ളി മാഷിൻ്റെ കവിതയുടെ ആഴം, ഇതൊന്നും മനസ്സിലാക്കാതെ ഇനിയപ്പം ഈ വയലാറിൻ്റെ രാവണപുത്രിക്കൊന്നും അല്ല പ്രധാനം, വേടൻ്റെ രാവണനും ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ളൊരു ഇതാണ്. ഇതിൻ്റെ കുറച്ച് വരികൾ ഞാൻ വായിക്കാം. സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയെരിപ്പൂ കൊറിയാ നിൻ മീതെ കഴുകന്മാർ പറപ്പൂ കാവലിരിപ്പൂ മതം മിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ ആരു തടുപ്പൂ ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പൂ കോങ്കോ നിൻ ഖനികളിലായിരം കുരുന്ന ജീവൻ നൊന്ത് മരിപ്പു. ഇങ്ങനെയുള്ള ഒരു രാജ്യങ്ങളുടെ കലാപങ്ങൾ, യുദ്ധങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വരികളാണ്. അതിൽ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിലെ എല്ലാ സിറിയയെക്കുറിച്ചും മെക്സിക്കനെക്കുറിച്ചും ഈ പറഞ്ഞോണം കൊറിയയെക്കുറിച്ചും ഒക്കെ ഉള്ള പരാമർശങ്ങൾ ഭാരതാംബയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് ഇൻസ്പയർഡ് ആകും. നമ്മളൊക്കെ അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവാറുണ്ട്. ഒരു പാർട്ടിയിലോട്ട് ഇല്ലാത്തവർ പോലും ആ പാട്ട് കേട്ട് നിൽക്കും. ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര, അവർ അനുഭവിച്ചിട്ടുള്ള തിക്താനുഭവങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഇത് ഇത്തരത്തിലൊക്കെ പോകുമ്പോൾ ഇതൊരു ചേരിതിരിവിലേക്ക് പോകും. ഒരു പക്ഷേ നമ്മൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടുന്നത് പ്രകൃതിയെ പറ്റിയും അല്ലെങ്കിൽ നല്ല അംശങ്ങളെ പറ്റിയൊക്കെ, ഇതൊരു എന്താ പറയുന്ന ഒരു ചോരയെ പറ്റിയാണ് പറയുന്നത്. രക്തത്തെ പറ്റിയാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വല്ലാത്ത രീതിയിൽ, ഒന്നാമത് 19-20 വയസ്സുള്ള കുട്ടികളാണ് BA 2ാം വർഷം 4ാം സെമസ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലൊരു ചിന്ത, വർഗീയ ചിന്തയിലോട്ട് അവരെ കടത്തി വിടുകയാണ് ചെയ്യുന്നത് വേടൻ്റെ. അപ്പോൾ ഇത് വായിക്കുന്ന കുട്ടികൾ, ഇത് പഠിക്കുന്ന കുട്ടികൾ എന്താണ് വേടൻ്റെ എല്ലാ കവിതകളുടെ ലിറിക്സുകൾ നോക്കും. അപ്പോൾ ഇതുപോലെ ഇത് പിന്നെയും പോട്ടെ നോക്കുക, ഇതുപോലെ മറ്റുള്ള കവിതകൾ എടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇത് എത്രമാത്രം ശരിയാണ്? സാറൊരു അധ്യാപകൻ കൂടിയാണ്. അല്ല, ഇതിനകത്ത് എന്ത് ആശയമുണ്ട്, എന്ത് അർത്ഥവ്യാപ്തിയുണ്ട്? ഒരു CPM-ന്റെ ഒരു കുഴലൂത്തുകാരൻ്റെ കവിതയാണല്ലോ മനുഷ്യനാകണം. എന്ത് മനുഷ്യനാകണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് കവിത്വമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്? ഇതാണോ? മുദ്രാവാക്യമല്ല കവിത എന്ന് പറയുന്നത്. കവിതയ്ക്ക് അർത്ഥവ്യാപ്തിയുണ്ട്. എഴുത്തച്ഛൻ്റെ ഒരു രാമായണത്തിലെ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്തെ കവിത്വം, അതിനകത്ത് എത്രത്തോളം പുതിയ പദങ്ങൾ ഇതൊക്കെ കിട്ടുമെന്നുള്ളതാണ്. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത, ഇതൊന്നിനും അല്ല പ്രാധാന്യം, അല്ലേ? ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയുടെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് കഞ്ചാവ് കഴിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, ഇപ്പം ഇല്ലായിരിക്കാം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബാലചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കവി അയ്യപ്പൻ്റെ ഓരോ കവിതയിലും കവി അയ്യപ്പൻ മദ്യത്തിൽ കരൾവാദിയും ലഹരിതൻ പക്ഷി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മദ്യം കഴിച്ച് അങ്ങനെയുള്ള അയ്യപ്പൻ്റെ കവിത എന്തുകൊണ്ട് സിലബസിൽ ഉൾക്കൊള്ളുന്നില്ല? വേടൻ. ഇതൊക്കെ CPM-ന്റെ SFIക്കാരുടെ താന്തോന്നിത്തരമല്ലേ? CPM-കാരുടെ അല്ലേ? CPM-കാരുടെ താങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്തെഴുതിയാലും എടുത്ത് സിലബസിനകത്ത് വയ്ക്കും.